മോദി സർക്കാരിന്റെ തലതിരിഞ്ഞ നയമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം സുപ്രധാന വെല്ലുവിളിയാകുമെന്ന് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമ്മതിച്ചിരിക്കുകയാണ്. ഇതിന്റെ പാളിച്ചകളൊക്കെ മുമ്പ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തുറന്നു കാണിച്ചിരുന്നുവെങ്കിലും അന്നൊന്നും അംഗീകരിക്കാൻ ഇതുപോലുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്നു എന്നതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം കാരണം വികസന പ്രവർത്തനം നടക്കുന്നില്ലെന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന് ഘടകവിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഈ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ ഭരണഘടനാ ഭേദഗതി അനിവാര്യമായ സാഹചര്യത്തിലാണ് കമ്മീഷൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതോ പുതിയ രീതി അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങുന്നതിനോ പെരുമാറ്റച്ചട്ടം പ്രതിസന്ധി സൃഷ്ടിക്കും. രാജ്യമാകെ പെരുമാറ്റച്ചട്ടത്തിന്റെ കീഴിലേക്ക് മാറുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച തടസ്സപ്പെടുത്തും. ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് നിയോഗിക്കുക വഴി മനുഷ്യ വിഭവശേഷി നിശ്ചിത കാലത്തേക്ക് മുടങ്ങും. ഇത് പൊതുജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കും. 2023 മാർച്ചിൽ നിയമ കമ്മീഷന് നൽകിയ മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയതും പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിലെ ഈ പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ട സമയം വെട്ടിക്കുറച്ച് വിഷയത്തിൽ സമവായം കണ്ടെത്താനുള്ള നടപടിയാണ് ഉചിതമെന്നും കമ്മീഷൻ ലോ കമ്മീഷനെ അറിയിച്ചിരുന്നു. കേന്ദ്ര നിയമ മന്ത്രാലയം, നിയമ കമ്മീഷൻ തുടങ്ങിയവരുമായുള്ള ചർച്ചകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ വിഷയം തന്നെ ഉന്നയിച്ചിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലെ സങ്കീർണതകൾ പരിഹരിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിച്ച് പ്രശ്നങ്ങൾ ലഘൂകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചതാണ്. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ BJP തയ്യാറായിട്ടില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായോഗികമല്ലെന്നും ഏകാധിപത്യ ഭരണം സ്ഥാപിക്കാനുള്ള BJP തന്ത്രമാണെന്നും കോൺഗ്രസ് നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. എന്നാൽ കോൺഗ്രസിന്റെ ശക്തമായ എതിർപ്പോടെ പാസാക്കിയ വിവാദ ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതി പരിശോധിച്ച് വരുന്നതിനിടെയാണ് പ്രായോഗിക നടപ്പിലാക്കൽ ദുഷ്കരമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്.